സന്ദീപ് വാര്യർ BJP വിട്ട ഇന്ന് ഹിന്ദുത്വാശയങ്ങളുമായി കൈകോർക്കുന്ന കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതേസമയം കടുത്ത വർഗീയവാദിയായ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനെ PK കുഞ്ഞാലിക്കുട്ടി സ്വാഗതം ചെയ്തു. കടുത്ത വർഗീയവാദിയായ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനോടുള്ള CPIM നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ഒരു കാര്യമില്ല. സന്ദീപ് അല്ല ആര് വന്നാലും ഈ പാലക്കാട് കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസ് തട്ടിപ്പിന്റെ അങ്ങേയറ്റമാണ് എന്ന് ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കല്ലോ. പ്രമുഖ നേതാവ് BJPയുടെ ഭാരവാഹി സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് BJP ഡീൽ. ഇപ്പോൾ അത് ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് BJPയിൽ പോവുക എന്നുള്ളതാണ്. BJPക്ക് വിട്ട് ബദലായിട്ട് കോൺഗ്രസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്. BJP വിട്ട് കോൺഗ്രസിൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാവും. കോൺഗ്രസിനകത്ത് ദീർഘകാലം നിന്ന ആളുകൾ കോൺഗ്രസ് വിട്ടിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ സരിൻ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് വന്നതാണല്ലോ. അങ്ങനെ കുറെ ആളുകൾ നേരത്തെ വന്നിട്ടുള്ളതിന്റെ അപ്പം കേരളത്തിലെ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനകത്തെ ആളുകൾ തന്നെ പറയുന്നതാണ്. എന്തായാലും BJPയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളത് BJP ഇതൊന്നും തീരെ പറ്റാത്ത സ്ഥലമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടായിരിക്കും. ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ വേണം മാലയിടാൻ. അതായത് വളരെ വിനീത വിധേയനായി ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന VD സതീശന് ഗോൾവാൾക്കറുടെ ശിഷ്യനെ RSSകാരനായ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ എല്ലാ യോഗ്യതയും. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നും. അപ്പൊ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവൽ വെക്കാൻ തോന്നിയാൽ കൂട്ടിന് KPCC പ്രസിഡന്റ് തന്നെ വരും. അദ്ദേഹം BJPയിൽ നിന്നപ്പോൾ നടത്തിയ വിഷം തുപ്പുന്ന വാക്കുകളും അപകടകരമായ പരാമർശങ്ങളും പ്രസംഗങ്ങളുമുണ്ട്. അതിന് അദ്ദേഹത്തിൽ പ്രചോദിതനാകാൻ കാരണമായ വ്യക്തി ഗോൾവാൾക്കറാണ്. ഇനി ആ ഓർമ്മ വെച്ച് ഗോൾവാൾക്കറുടെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ ഇപ്പൊ കോൺഗ്രസ് ചേർന്ന് നന്നായി കൂട്ടിന് പ്രതിപക്ഷ നേതാവിനുണ്ടാവും. സന്ദീപ് വാര്യർ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേരളത്തില് നിങ്ങൾ ആലോചിക്കും, ഇന്നത്തെ കോൺഗ്രസിൽ ഞാൻ K മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. K മുരളീധരനോട് കുറച്ചാൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ സന്ദീപിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടത്തുള്ളവർക്ക് തന്നെ ഗതിയില്ല, പിന്നെയാണോ പുറത്തുനിന്ന് വരുന്നവർക്ക് എന്ന നിലയിൽ പറഞ്ഞു. അപ്പൊ കേരളത്തില് ഒരു പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് ആലോചിക്കുന്ന ഒരാളുടെ ലാസ്റ്റ് ചോയ്സ് ആണ് കോൺഗ്രസ്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർത്തതിൽ മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി സന്ദീപിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞൊരു മൂലയിൽ ഇരിക്കേണ്ട കാര്യമില്ല. വിശാലമായി ചിന്തിക്കാം, സൗഹൃദം പങ്കിടാം, നല്ല രാഷ്ട്രീയം കൊണ്ടു നടക്കാം, സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ഒരു നല്ല കാര്യമല്ലേ മറ്റെന്തിനേക്കാളും. അതുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർ എടുത്തിരിക്കുന്നത് ശരിയായ തീരുമാനമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.